നിങ്ങൾക്കറിയാവുന്ന കേസായിരിക്കും. പഴയ എൻ്റെ ബോസായിരുന്നു തരുൺ തേജ്പാൽ, തെഹൽക്കയുടെ എഡിറ്റർ. അപ്പം ആ കേസുമായി ബന്ധപ്പെട്ട് ബോംബെ ഹൈക്കോർട്ടിൻ്റെ ഗോവ ബെഞ്ച് അദ്ദേഹത്തിന് 10 വർഷത്തെ കഠിന തടവാണ് ശിക്ഷിച്ചിരിക്കുന്നത്, സെക്ഷൽ അസോൾട്ട് കേസ്. ഇതുമായി ബന്ധപ്പെട്ട് പല സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ മുതൽ എന്നെ വിളിക്കുന്നുണ്ട്. കാരണം എൻ്റെ അഭിപ്രായം എന്താണ്, ഞാൻ ഇതിനെപ്പറ്റി എന്തുവാണ് പറയുന്നത്, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം, BJP മോദിയും മറ്റുള്ളവരും ഇയാളെ ഡെലിബറേറ്റായിട്ട് കുരുക്കിയതാണോ, എന്താണ് അതിൻ്റെ ഇഷ്യൂ? അപ്പം അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാനുമായിട്ട് ഡയറക്റ്റ് ലിങ്കാണ് തെഹൽക്കയുമായിട്ട്. ഞാൻ 2017 തെഹൽക്കയെന്ന് വീണ്ടും റിസൈൻ ചെയ്യുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ തരുൺ തേജ്പാൽ 2013 ലാസ്റ്റിൽ റിസൈൻ ചെയ്യുന്നു. അതിനുശേഷം 2014 ഞാനാണ് തരുൺ തേജ്പാലിൻ്റെ പോസ്റ്റിലോട്ട് എഡിറ്റർ ഇൻ ചീഫായിട്ട് തെഹൽക്കയുടെ സ്ഥാനത്ത് വരുന്നത്. ഈ അതിനുശേഷം മാനേജ്മെൻറ്റ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ വീണ്ടും തെഹൽക്കയിൽ അവിടെ റിപ്പോർട്ടറായിരുന്നു 2000. അതിനുശേഷം 2-3 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. ആ തെഹൽക്ക ഇഷ്യൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഓപ്പറേഷൻ വെസ്റ്റൻഡ്, ഡിഫൻസിനെതിരെയുള്ള സംഭവം. അപ്പോൾ അതിനുശേഷം വീണ്ടും ഞാൻ ഈ 2014 എനിക്ക് ഫെബ്രുവരി മാർച്ചോടുകൂടിയാണ് ഞാൻ തെഹൽക്കയിൽ റീജോയിൻ ചെയ്യുന്നത് ആസ് എഡിറ്റർ. അപ്പോൾ എന്താണ് ഈ സംഭവം? കാരണം നിങ്ങൾക്ക് പലർക്കും ഇതിനെപ്പറ്റി, പല ആൾക്കാർക്കും അറിയത്തില്ല. ആദ്യം ഞാൻ പറയാം, ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം 2012-ലും 2013-ലും ഗോവയിൽ വെച്ച് നടന്ന തിങ്ക് ഫസ്റ്റ്, അതിനകത്ത് ഞാനൊരു ഇൻവൈറ്റ് ചെയ്യുക, ഞാൻ ഈ 2 വർഷത്തോടെ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻവൈറ്റ് ചെയ്യുക. അതിനകത്ത് അവർ എയർ ടിക്കറ്റ് തരും, അവിടെ താമസിക്കാനുള്ള സൗകര്യം തരും, അവിടെയുള്ള ആഹാരം, അതായത് രാവിലത്തെയും ഉച്ചക്കലത്തെയും വൈകിട്ടത്തൊക്കെ ഡിന്നർ പാർട്ടികളൊക്കെയാണ്. അതിൽ പങ്കെടുക്കുക. അത് സ്പെഷ്യൽ ഇൻവൈറ്റീസിൻ്റെ കൂട്ടത്തിൽ ഉള്ള ഒരാളായിരുന്നു. കാരണം പണ്ട് പോലെ ഒരു തെഹൽക്കയുടെ ആദ്യകാലം പോലെ ഒരു ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എന്നെ ഒരു സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ടാണ് കൊണ്ട്. അപ്പോൾ എനിക്ക് 4-5 ആൾക്കാരെ ഇവിടുന്ന് കൂട്ടുകയും ചെയ്യാം. അതേപോലെ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ തെഹൽക്കയെ ജോയിൻ ചെയ്ത് സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് ആയിട്ടാണ്. ഈ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് വലിയ സീനിയർ പോസ്റ്റൊന്നുമല്ല, ജൂനിയർ പോസ്റ്റാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ആ SIT ടീമിൻ്റെ അകത്തെ മെമ്പറാണ്. അപ്പോൾ എൻ്റെ ഡയറക്റ്റ് ഹെഡ് എന്ന് പറയുന്നത് അനിരുദ്ധ് ബെഹലായിരുന്നു. അപ്പോൾ അതിനുശേഷം തരുൺ തേജ്പാൽ. അത് മനസ്സിലാക്കേണ്ടത്, ഈ ഡൽഹിയിലൊരു മീഡിയ ഓർഗനൈസേഷൻ, സ്പെഷ്യലി ഇംഗ്ലീഷ് മീഡിയ, അതിനകത്ത് ഈ ജൂനിയർ സ്റ്റാഫുകൾക്കൊന്നും എഡിറ്റേഴ്സ്, അതായത് സീനിയർ ആയിട്ടുള്ള എഡിറ്റർ ഇൻ ചീഫ്, ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ആക്സസ് ഇല്ല. അത് ആദ്യം മനസ്സിലാക്കുക. അത് ഈ കേരളം പോലൊന്നുമല്ല, മറ്റുള്ള റീജിയണൽ ഹിന്ദി മീഡിയ പോലല്ല. പക്ഷേ എനിക്കിവിടെ ആക്സസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ അവരുടെ ഒരു സ്റ്റാർ റിപ്പോർട്ടറാണ്. കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസാണ് ചെയ്യുന്നത്. കാരണം എഡിറ്ററുമായിട്ട് നിരന്തരമായിട്ട് ആക്സസ് ഉണ്ടായിരിക്കണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇവരുമായിട്ട് വളരെ ഫ്രീഡം പണ്ട് മുതലേ ഉണ്ട്. ഈ പറയുന്ന തരുണുമായിട്ട്, അനിരുദ്ധുമായിട്ട്, ഇവരുടെ ഫാമിലിയുമായിട്ടും ബന്ധമുണ്ട്. കാരണം വീടുകളൊക്കെ പോകും, എൻ്റെ വീട്ടിലും വരും. അപ്പം എനിക്കപ്പോൾ തരുണിനെ ശരിക്കും അറിയാം. ഔട്ട്ലുക്കിൻ്റെ സമയം മുതൽ അറിയും. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിലെ ഇവർ 10 മികച്ച എഡിറ്റേഴ്സ്, അതായത് മാഗസിൻ, ന്യൂസ് പേപ്പർ എഡിറ്റേഴ്സിനെ എടുക്കുകയാണെങ്കിൽ തരുൺ അതിൻ്റെ അകത്ത് 2ാം സ്ഥാനത്തും 1ാം സ്ഥാനത്തും വരുന്നയാൾ. അത്ര മിടുമിടുക്കനായ ഒരു എഡിറ്ററാണ്, നല്ല റൈറ്ററാണ്, നല്ലപോലെ പുസ്തകം എഴുതും. റൊമാൻറ്റിക് നോവലാണെങ്കിലും വളരെ മനോഹരമായിട്ട് എഴുതും. അദ്ദേഹം ബേസിക്കലി ഒരു ജേർണലിസ്റ്റിനേക്കാൾ ഉപരി ബുക്ക് എഡിറ്ററായിരുന്നു. അതായത് ബുക്സ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ എഡിറ്ററായിരുന്നു. അപ്പം അതുകൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ റൈറ്റേഴ്സുമായിട്ടും, ഗ്ലോബലായിട്ടുള്ള റൈറ്റേഴ്സുമായിട്ടും, ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഇംഗ്ലീഷ് റീഡേഴ്സുണ്ട്, ഗ്ലോബൽ ഇന്ത്യൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബുക്സിൻ്റെ എഡിറ്ററായിട്ട് തരുൺ ഇന്ത്യ ടുഡേയിലുണ്ടായിരുന്നു, ഫിനാൻഷ്യൽ എക്സ്പ്രസ്സിലുണ്ടായി, ഇന്ത്യൻ എക്സ്പ്രസ്സിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഔട്ട്ലുക്കിൻ്റെ മാനേജിങ് എഡിറ്ററായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഈ തെഹൽക്ക ഉണ്ടാക്കുമ്പോൾ എന്നെ ഉൾപ്പെടെ അതിൻ്റെ അകത്ത് കൊണ്ടുപോയത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്.
ഈ 2013 എന്താണ് ഗോവ ഹോട്ടൽ സംഭവിച്ചത് മനസ്സിലാക്കുക. ആ സംഭവിച്ച ഹോട്ടലിൽ, അതിൻ്റെ തൊട്ടടുത്ത ഹോട്ടലിൽ ഞാൻ താമസിക്കുന്നുണ്ട്. ഈ സംഭവിച്ച ഹോട്ടലിലെ ആ ഡിന്നർ പരിപാടി, അതിന് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. വലിയൊരു കോക്ടെയിൽ ഡിന്നറാണ്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ചിദംബരം, റോബർട്ട് ഡീനീറോ, ഒലിവർ സ്റ്റോൺ, ഹോളിവുഡ് സ്റ്റാർ, അമിതാഭ് ബച്ചൻ, അമീർ ഖാൻ, ഇവരൊക്കെ അതിൻ്റെ ഇത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ തരുൺ ഈ പറയുന്ന ബുക്ക് എഡിറ്ററുമായിട്ട്, ഇതിൻ്റെ വലിയ ഇവരുമായിട്ടൊക്കെ ഗ്ലോബലായിട്ടുള്ള ഹോളിവുഡ് ആണെങ്കിലും ഗ്ലോബൽ ജേർണലിസ്റ്റുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. ഉറപ്പായിട്ടും ഞാൻ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് ഈ ബന്ധങ്ങളൊക്കെ എനിക്കും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ പറയുന്ന മാർക്ക് ടള്ളി എന്ന് പറയുന്ന പഴയ BBC-യുടെ കറസ്പോണ്ടൻറ്റ്, ഇന്ത്യയുടെ, അദ്ദേഹം മരിച്ചുപോയി. അവരുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാക്കി തന്നത് ഈ തരുൺ തേജ്പാലിൻ്റെ കോണ്ടാക്ട്സ് ആണ്. അതിനകത്തൊന്നും യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹം നല്ലൊരു എഡിറ്ററാണ്. അപ്പം ആ ഒരു രീതിയിൽ പോകുന്ന ഒരാൾ. പക്ഷെ ഈ പറഞ്ഞ സംഭവം, ഈ പറയുന്ന ഗോവയിലുണ്ടായ സംഭവം, എനിക്ക് നേരിട്ടറിയാം ഈ സംഭവം ഇയാൾ കാണിച്ച തെറ്റ 100% തെറ്റാ. കാരണം ഈ വിക്റ്റിമായിട്ടുള്ള പെൺകുട്ടി, ആ പെൺകുട്ടി എനിക്കറിയാം. കാരണം ഞാൻ തരുണിനെ റീപ്ലേസ് ചെയ്ത് തെഹൽക്കേഡ് എഡിറ്ററായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ അന്ന് തെഹൽക്കയിലുണ്ടായിരുന്ന തരുണിൻ്റെ കൂടെ വർക്ക് ചെയ്തുള്ള 4ഓളം സ്റ്റാഫുകളുണ്ട് എൻ്റെ ഓഫീസിൽ. ഈ 4ഓളം സ്റ്റാഫുകൾ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്തെ വിറ്റ്നസ്സാണ്. അതായത് അവരോട് ഈ പെൺകുട്ടി വന്ന് പറഞ്ഞു എന്താണ് സംഭവിച്ചത്. 2 പ്രാവശ്യം ലിഫ്റ്റിൽ വെച്ച്, ഒന്ന് ലിഫ്റ്റിൽ വെച്ചു, ഒന്ന് ലിഫ്റ്റിൻ്റെ പുറത്ത് വെച്ചു. എന്താണ് തരുൺ ചെയ്തത്? അതിനേക്കാളൊക്കെ ഉപരി ഈ പെൺകുട്ടി തെഹൽക്കയുടെ അന്നത്തെ ബോംബെ ബ്യൂറോ, ഇപ്പം ബോംബെ ബ്യൂറോയിൽ വർക്ക് ചെയ്യുകയാണ് ഈ പെൺകുട്ടി. ഈ പെൺകുട്ടിയുടെ റൂംമേറ്റ് എന്ന് പറയുന്നത് തരുൺ തേജ്പാലിൻ്റെ മകളാണ്. അതാണ് അടുത്ത തമാശ എന്ന് പറയുന്നത്. അവരുമായി ഭയങ്കര സുഹൃത്തുക്കളാണ് ഈ പെൺകുട്ടിയും തരുൺ തേജ്പാലിൻ്റെ മകളും. ഏകദേശം ഒരേ പ്രായമാണ്. തരുൺ തേജ്പാലിൻ്റെ മകൾ അവിടെ ഈ ഹിന്ദി ഡയറക്ടറുണ്ട്. ഏതോ സിനിമ ഒരു ആർട്ടൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന അനുരാഗ് കാശ്യപ്, അതേപോലെ 1-2 പേര്. അപ്പോൾ അവരുടെയൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അത് പഠിക്കാനും വർക്ക് ചെയ്യാനും അവിടെ നിൽക്കുകയാണ്, ബോംബെയിലാണ്. അപ്പം ഈ ഒരു സംഭവം ഉണ്ടായി. ലിഫ്റ്റിനകത്ത് വെച്ച് സെക്ഷൽ അസോൾട്ട്, ഈ പറയുന്ന പെൺകുട്ടി പറയുന്ന സംഭവം ഉണ്ടായി. ഇതാദ്യം പറയുന്നത് ഈ പെൺകുട്ടി പറയുന്ന തരുൺ തേജ്പാലിൻ്റെ മകളോടാണ്. കാരണം ആ പെൺകുട്ടി തരുൺ തേജ്പാലിൻ്റെ മകളും ഈ പറയുന്ന തിങ്ക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടി ഗോവയിലുണ്ട്. മെസ്സേജ് അയക്കുകയാണ്. മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ തരുൺ തേജ്പാലിൻ്റെ മകള് തരുൺ തേജ്പാലിന് മെസ്സേജ് അയക്കുകയാണ്. അതായത് വളരെ മോശമായിട്ടൊരു മകൾ അപ്പന് കൊടുക്കുന്ന മെസ്സേജ് അല്ല, വളരെ മോശമായിട്ട് ട്രൗസർ അടച്ച് സിബ് അടച്ച് വെക്കുക, അത് പുറത്ത് ചാടരുത്, ഇങ്ങനെയാണ് മെസ്സേജ് ആദ്യത്തെ കൊടുക്കുന്നത്. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ആ രീതിയിലാണ് ആദ്യത്തെ മെസ്സേജ് അയക്കുന്നത്. എന്നിട്ട് ഈ മകൾ തരുൺ തേജ്പാലെ വിളിച്ച് ഷൗട്ട് ചെയ്യുകയാണ്. ഈ സംഭവം കഴിയുന്നു ഡൽഹിയിൽ വരുന്നു ഇവരെല്ലാവരും. അപ്പം അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ തെഹൽക്കേഡ് എഡിറ്റർ ആയിട്ടില്ല. അപ്പം തരുണപ്പം മറ്റുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഇത് സോഷ്യൽ മീഡിയയെ കൂടെ വലിയ ഇഷ്യൂ ആയെന്ന് മാറി. സോഷ്യൽ മീഡിയ ഇഷ്യൂ ആയി കഴിഞ്ഞ സമയത്ത് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ, അതായത് എന്താണ് ഈ സംഭവിച്ചത്, ഞാൻ തരുണിനെ സംസാരിക്കുന്നു. തരുണിൻ്റെ വീട്ടിലോട്ട് എന്നെ വിളിപ്പിക്കുന്നു. ഗ്രേറ്റർ കൈലാഷിനാണ് തരുൺ താമസിക്കുന്ന. ആ സമയത്ത് ഡിഫൻസ് കോളേജിൻ്റെ സൈഡിൽ ഗ്രേറ്റർ കൈലാഷിൽ തരുണിൻ്റെ പെങ്ങള് നീന തേജ്പാൽ, അവരുടെ വീട്ടിലാണ് വിളിപ്പിക്കുന്നത്. അപ്പം ഞാൻ അവിടെ ഇരിക്കുന്നപ്പോൾ എന്നോട് തരുൺ ഈ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. തരുണിൻ്റെ മകളിരിപ്പുണ്ട്, തരുണിൻ്റെ ബ്രദർ മിൻഡി തേജ്പാലുണ്ട്, നീന തേജ്പാലുണ്ട്, തരുണിൻ്റെ വൈഫുണ്ട്. കാരണം തരുണിൻ്റെ വൈഫും ഞാനും നേരത്തെയും വർക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. നീന ഇത് തെഹൽക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇവർക്കൊക്കെ എന്നെ പേഴ്സണലി അറിയാം. ഇവിടെ വെച്ച് തരുൺ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ചോദ്യം ചോദിച്ചു. അപ്പോൾ തരുൺ അക്സെപ്റ്റ് ചെയ്തു. തരുൺ കള്ളു കുടിച്ചിട്ട് ബോധമില്ലാതാണ് ഇത് ചെയ്തത് ഒന്ന്. പക്ഷെ തരുൺ ആഡ് ചെയ്തൊരു വാക്കുണ്ട്, ഇത് കൺസെൻഷ്വലാണ്. അതായത് ആ പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടിയാണ് ഈ സംഭവം നടന്നത്. ഇതാണ് തരുൺ പറയുന്നത്.
എന്നോട് മാത്രമല്ല മറ്റു പലരോടും പറഞ്ഞിട്ടുണ്ട്. അതായത് തരുൺ അക്സെപ്റ്റ് ചെയ്തു, അയാൾ കള്ളു കുടിച്ചിട്ടാണ് ഇത് ചെയ്തത്. രണ്ടാമത് ഇങ്ങനെ സംഭവം ഉണ്ടായി, പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടിയാണ്, അവളുടെ കൂടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. അതായത് ലിഫ്റ്റിൽ വെച്ച്, അതായത് റോബർട്ട് ഡീനിറോയുടെ മുറിയിലോട്ട് പോകുന്ന അതിൻ്റെ എസ്കോട്ടായിട്ട്, അതായത് എയർപോർട്ടിൽ നിന്ന് കൊണ്ട് അതായത് സഹായിക്കുന്ന രീതിയിലാണ് ഈ പെൺകുട്ടി എന്ന് വർക്ക് ചെയ്യുന്നത്. കാരണം അവിടെ തെഹൽക്കയുടെ സ്റ്റാഫുകൾ തന്നെയാണ് ഈ പറയുന്ന VVIPയുടെ കൂടെ അവരെ സഹായിക്കാനായിട്ട് പോകുന്നത്. ഇനി അടുത്തയാണ് ക്രൂഷ്യലായിട്ടുള്ള സംഭവം. ഈ അന്ന് എൻ്റെ കൂടെ ഇപ്പം ഞാൻ തരുണിനെ റീപ്ലേസ് ചെയ്ത് ഞാൻ എഡിറ്ററായിട്ട് വന്നു. കുറച്ച് സമയം ഷോമ ചൗധരി ഉണ്ട്, പിന്നെ അവളൊന്ന് റിസൈൻ ചെയ്തു, പിന്നെ ഞാൻ എഡിറ്ററായിട്ട് വന്നു. അപ്പം ഈ പറയുന്ന 4ഓളം സ്റ്റാഫുകൾ ഇന്ന് തെഹൽക്കയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ വിറ്റ്നസ്സാണ്. ഈ പെൺകുട്ടി ഇവരോടും കൂടെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ കൊളീഗല്ലേ ബേസിക്കലി. അപ്പം അവർ എന്നോട് പറഞ്ഞു ഈ സംഭവം ഇത് ആ പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടി ചെയ്തതല്ല, ഒന്ന്. രണ്ടാമത് ഇത് തരുൺ മനഃപൂർവ്വം ചെയ്തതാണ്. ഇത് ഞാൻ കൃത്യമായിട്ട് ആലോചിച്ച് ഇതേപോലെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഓഫീസേഴ്സ്, അതായത് അന്ന് ഡൽഹിയിൽ സെൻട്രൽ കേഡറിൻ്റെ ഓഫീസർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഗോവയിൽ അയാൾക്ക് ഡെപ്യൂട്ടേഷൻ ട്രാൻസ്ഫർ കിട്ടി. അയാളാണ് ഈ കേസിൻ്റെ ഒരു ഭാഗം അന്വേഷിക്കുന്നത്. അയാൾ എൻ്റെ ഒരു പേഴ്സണൽ സുഹൃത്താണ്, IPS ഓഫീസറാണ്. അപ്പം ഈ പെൺകുട്ടി പറയുന്നു സംഭവിച്ചിട്ടുണ്ട്, തരുണ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. തരുൺ പറയുന്നു മദ്യത്തിലാണ് സംഭവിച്ചത്, ആ പെൺകുട്ടി പറയുന്നത് അങ്ങനെയല്ല. പിന്നെ തരുൺ പറഞ്ഞൊരു സംഭവമുണ്ട് പേഴ്സണലി, ആ പെൺകുട്ടി അതായത് ആ പെൺകുട്ടി ഇടുന്ന വസ്ത്രങ്ങൾ ഭയങ്കര സെഡ്യൂസിങ് ആണ്. മനസ്സിലാക്കുക, അയാളുടെ മകളുടെ പ്രായമുള്ള പെൺകുട്ടിയാണിത്. അതായത് ഞാനിത് പറയുന്നത് 2013 സംഭവിച്ചു. ആ പെൺകുട്ടിയെ പറ്റിയാണ് തരുൺ പറയുന്നത്. അതായത് ഒരു വെറും ജൂനിയർ സ്റ്റാഫ് ഇത് കാണിച്ചിട്ട് തെമ്മാടിത്തരം കൂടെ പറയുന്നു. അതായത് വസ്ത്രം വളരെ സെഡ്യൂസിങ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ കള്ളു കുടിച്ചിട്ട് വീണുപോയി. ഇത് അക്സെപ്റ്റബിൾ അല്ല ഒരു കാരണവശാലും. ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാന പാർട്ട്. തരുൺ കാണിച്ചത് ഏറ്റവും വൃത്തികേടാണ്. 2021 ഗോവ ട്രയൽ കോർട്ടിൽ ഈ കേസിൻ്റെ വിധി വന്നു. ഞാൻ തന്നെ ഷോക്കായിപ്പോയി. അന്ന് മുതൽ ഞാൻ തരുൺ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ വിധി വരുന്നതിന് മുമ്പ് 2013 എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വെച്ച് തരുണിനൊരു കാര്യം പറഞ്ഞു. അവരെല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് പറയുന്നത്, നിങ്ങൾ കാണിച്ചത് ശരിയല്ല. ഇനി അവൾ സമ്മതിച്ചാൽ തന്നെയും നിങ്ങളുടെ പ്രായം കൂടെ നോക്കണമായിരുന്നു. നിങ്ങളുടെ മകളുടെ പ്രായം മാത്രമേ ഉള്ളൂ. ഇത് ശരിയല്ല. അത് അന്ന് മനസ്സിലാക്കുക. തരുൺ തേജ്പാൽ എന്ന് പറയുന്നയാൾ അന്ന് ഇവിടെ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുകയാണ്, കേന്ദ്രഭരണമാണ്. ഗോവയിൽ BJP ഭരണം. അതായത് സോഷ്യൽ മീഡിയ കൂടെ തിളച്ചു ഈ സംഭവം. പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അതിനുശേഷം ഞാൻ എഡിറ്ററായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു നിലപാടെടുത്തു. അതായത് എൻ്റെ മാനേജ്മെൻറ്റ് KD സിംഗ് ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. അപ്പോൾ KD സിംഗ് ഒക്കെ തരുണിന് അനുകൂലമാണ്. കാരണം ബേസിക്കലി ഇവരെല്ലാം പഞ്ചാബികളാണ്. ചണ്ഡീഗഡുകാരനാണ് KD സിംഗ് ആണെങ്കിലും തരുൺ തേജ്പാൽ ആണെങ്കിലും. അപ്പോൾ എന്നോട് പറഞ്ഞു തരുൺ തേജ്പാലിന് അനുകൂലമായിട്ട് നിലപാടെടുക്കണം. ഉണ്ടായ സംഭവം, അന്ന് KD സിംഗ് മെമ്പർ ഓഫ് പാർലമെൻറ്റാണ്. ഞാൻ അയാളുടെ വീട്ടിൽ ഇരുന്ന് ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് പറഞ്ഞു എന്നെ കൊണ്ട് തരുൺ തേജ്പാലിനെ പിന്തുണയ്ക്കാൻ പറ്റത്തില്ല ഒരു കാരണവശാലും. കാരണം ഇവിടെ ഒരു മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഒരു ജൂനിയർ പെൺകുട്ടി എന്തിൻ്റെ ഉദ്ദേശത്തിന് എത്ര മദ്യപിച്ചാൽ തന്നെയും അയാൾക്ക് എങ്ങനെ ഈ ബോധം പോകുന്നത്, ഇതെങ്ങനെ ഒരു സെക്ഷൽ അസോൾട്ടിലോട്ട് പോകുന്നത്, ഈ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. ഞാൻ അയാളുടെ സ്റ്റാൻഡ് മാറ്റി. പിന്നെ തരുൺ എനിക്കെതിരായി. എന്നെ തെഹൽക്കേന്ന് ചാടിക്കാൻ വേണ്ടി മാക്സിമം അയാൾ ഈ KD സിംഗുമായിട്ട് ഫൈറ്റ് ചെയ്തു. ഈ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ എനിക്ക് കൂടുതൽ പ്രതിയോഗികളുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത് മാനസികമായിട്ടുണ്ടാകുന്ന സംഭവം ഞാൻ സ്ട്രെങ്തൻ ചെയ്തു. ഞാൻ ഇത് വന്നു കഴിഞ്ഞ സമയത്ത്, അതായത് നിങ്ങൾ ഡൽഹിയെ പറ്റി മനസ്സിലാക്കണം. ഇടയ്ക്കിടയ്ക്ക് പ്രധാനമന്ത്രിയും BJPക്കാരും പറയുന്നൊരു സംഭവമുണ്ട്, ഈ ഖാൻ മാർക്കറ്റ് ഗ്യാങ് എന്ന് പറയും. ഖാൻ മാർക്കറ്റ് എന്ന് പറയുന്ന പെനാട്ട് പ്ലേസിൻ്റെ അടുത്തുള്ളൊരു മാർക്കറ്റാണ്. അവിടെയാണ് ബേസിക്കലി അവിടെ ഒരു 2-3 ബുക്ക് ഷോപ്പുകളുണ്ട്.
ഇപ്പം ഡൽഹിയിൽ പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകൾ റൈറ്റേഴ്സും ഒക്കെ പോയി അവിടെ അസംബിൾ ചെയ്ത് കോഫിയൊക്കെ കുടിക്കുന്നൊരു സ്ഥലമാണിത്. അപ്പം അവിടെയുള്ള പല തരുണിൻ്റെ ബന്ധങ്ങളാണ്. കാരണം ഡൽഹിയിലുള്ള എല്ലാ എഡിറ്റേഴ്സുമായിട്ട് വലിയ ഇൻ്റലക്ച്വൽസുമായിട്ടും വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ തരുണിന് നല്ല ബന്ധമുണ്ട്. ഇപ്പം ഞാൻ തരുണിനെ റീപ്ലേസ് ചെയ്ത് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ എന്നെ പേഴ്സണലി വിളിച്ച കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഉണ്ടായ സംഭവം ഇത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, തരുൺ വൃത്തികെട്ടവനാണെന്ന്. ഒരിക്കലും ചെയ്യേണ്ടാത്ത കാര്യമാണ് തരുൺ ചെയ്തത്. ഇതേപോലൊന്നും ഞാൻ തരുണിനെ പ്രതീക്ഷിച്ചില്ല. ഈ കാര്യം ഞാൻ എനിക്കറിയാവുന്നവരോട്, എന്നോട് ചോദിച്ചവരോട് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെൻ്റെ ഒരു നിലപാടാണ്. നിലപാടെന്ന് പറയും, എങ്ങനെയാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത്? എത്ര മദ്യപിച്ചു എന്ന് പറഞ്ഞാലും എന്താ, ഞാനും മദ്യപിക്കുന്ന ആളല്ലേ, നമ്മളൊക്കെ മദ്യപിക്കുന്ന ആൾ. എന്തുകൊണ്ട് മദ്യപിച്ചിട്ട് ഇത് ചെയ്തു? തരുൺ എന്തുകൊണ്ട് ഇത് ചെയ്തു? ഇതൊരു ചോദ്യം തന്നെയാണ്. അതായത് 2021 ഗോവയിലെ സെഷൻ കോർട്ട് വിധിയിൽ തരുണിനെ ഡിസ്ചാർജ് ചെയ്തു, അക്വിറ്റ് ചെയ്തു. ഞാൻ തന്നെ ഷോക്കായി, പെൺകുട്ടി ഷോക്കായി. അതേപോലെ തന്നെ ഇതിന് വിറ്റ്നസ്സായിട്ട് ആ കോർട്ടിൽ മൊഴി കൊടുത്തവർ അവരും ഷോക്കായി. കാരണം എങ്ങനെയാണ് ഈ സംഭവം ഇത്രമാത്രം തെളിവുണ്ടായിട്ട് എങ്ങനെ തരുണിനെ വെറുതെ വിട്ടു? അതാണ് തരുണിൻ്റെ ഇൻഫ്ലുവൻസ്. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യം ഞാൻ പറയാം, തരുൺ ഈ പറയുന്ന ഓപ്പറേഷൻ വെസ്റ്റിൻ്റെ തെഹൽക്ക BJPക്കെതിരെ ചെയ്ത് കോൺഗ്രസിൻ്റെ ആളായ സമയത്ത് അയാൾ BJPയുമായിട്ട് വഴിവെട്ടി. അതിനുശേഷം LK അഡ്വാനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തെ എന്നെ LK അഡ്വാനിയുടെ ശത്രുവാക്കി. കാരണം അതിനകത്തുള്ള കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞു. ഇയാൾ പറഞ്ഞ ലൂസ് ടോക്കാന്ന് പറഞ്ഞ സംഭവം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാൻ BJP എന്നെ പിടിച്ച് ശത്രുവാക്കി. അയാൾ ഈ BJP ഭരിക്കുന്ന പല സ്റ്റേറ്റുകളുണ്ട്, ഛത്തീസ്ഗഡ്, അതേപോലെ തന്നെ മറ്റു പല സ്റ്റേറ്റുകളുണ്ട്, ജാർഖണ്ഡ്, മറ്റു പല സ്റ്റേറ്റുകളുണ്ട്. ഇവിടെ മൈനിങ് മാഫിയക്കെതിരെ നല്ല റിപ്പോർട്ടേഴ്സ് അന്ന് റിപ്പോർട്ടുണ്ടാക്കി. ഈ റിപ്പോർട്ട്സ് മുഴുവനും അയാൾ മുക്കി. അതായത് 2001 തരുൺ തേജ്പാൽ അല്ലായിരുന്നു, പിന്നീടുള്ള തരുൺ തേജ്പാൽ കംപ്ലീറ്റ് കോംപ്രമൈസ് ഫോർമുലയിൽ അങ്ങ് പോയി. ഇതാണ് തെഹൽക്കയിലുണ്ടായ സംഭവം. അതിനെ പിന്നെ തിരിച്ചു കൊണ്ടുവരാനാണ് എന്നെ അവർ അവിടുത്തെ മാനേജ്മെൻറ്റ് എഡിറ്ററായിട്ട് എടുക്കുന്നത്. ഇതേപോലുള്ള സ്റ്റോറികൾ മുഴുവനും അങ്ങ് വിറ്റു. ഈ തിങ്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമുണ്ട് ഗോവയിൽ നടന്ന്. നിങ്ങൾ മനസ്സിലാക്കാൻ, അതിൻ്റെ ബജറ്റ് എന്ന് പറഞ്ഞ് 20-25 കോടിയാണ്. അപ്പം ഇതിനാരെ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഈ പറയുന്ന മൈനിങ് ആൾക്കാരെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ച് അവരെ കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇഷ്ടം പോലെ പണമുണ്ടായി തരുണിന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോവയിൽ ഒരു ദിവസം തരുണിൻ്റെ വീട്ടിൽ വിളിപ്പിച്ചു. ഇത് ഭയങ്കര ഈ പോർച്ചുഗീസ് പഴയ രീതിയിലുള്ള വീടും തടാകവും വലിയ സംഭവം അങ്ങ് മേടിച്ചു. പലയിടത്തും വീടുകളായി. എനിക്കൊക്കെ അറിയാവുന്ന കാര്യം, ഒരു ജേർണലിസ്റ്റിന് എത്ര പണം ഉണ്ടാക്കാൻ സാധിക്കും? അതിൽ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരിട്ടുള്ള വഴിയല്ലെന്നും അറിയാം. കാരണം ഈ പ്രൊഫഷൻ്റെ അകത്ത് 10-30 വർഷം നിൽക്കുമല്ലേ. അപ്പം ഞാൻ കൃത്യമായിട്ട് പറയുന്നു, തരുൺ തേജ്പാൽ ഡിസേർവ് ചെയ്തതാണ്. അയാൾ കുറ്റവാളി. ഇതിനകത്ത് ഈ പറയുന്ന BJPയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് ഇതിനകത്ത് റോളൊന്നുമില്ല. ഇത് പുറത്തു കൊണ്ടുവന്നത് ഈ പെൺകുട്ടിയാണ്, സോഷ്യൽ മീഡിയയാണ്. അതിനുശേഷം ഈ പെൺകുട്ടി പോയി ഈ പറയുന്ന അരുൺ ജെയ്റ്റ്ലിയെ കാണുന്നു. അരുൺ ജെയ്റ്റ്ലി എന്ന പ്രതിപക്ഷത്താണ്, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്ന തരുൺ തേജ്പാൽ കാണിച്ച തെറ്റാണ്. മനസ്സിലാക്കുക, ഈ അരുൺ ജെയ്റ്റ്ലി അന്ന് തരുൺ തേജ്പാലിൻ്റെ അടുത്ത സുഹൃത്താണ്. അയാൾ അങ്ങനെ പറയാനുണ്ടായ കാരണം പറയും. കാരണം അയാളിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു എന്താണ് സംഭവിച്ചത്. അതിനുശേഷമാണ് ഈ സംഭവം ചൂടുപിടിക്കുന്നത്. അന്ന് ഗോവ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ അയാൾ വ്യക്തമായിട്ട് നിലപാടങ്ങെടുത്തു. ഇതൊക്കെയാണ് ഉണ്ടായ സംഭവം. അല്ലാതെ പല ആൾക്കാരും തരുൺ തേജ്പാലിനെ കുടുക്കി എന്ന് പറയുന്ന ചുമ്മാതെ പറയുന്ന കേസാണ്. ഈ പെൺകുട്ടി അതിൻ്റെ വിക്റ്റിം തന്നെയാണ്. ഈ പെൺകുട്ടിയെ 2 പ്രാവശ്യം സെക്ഷൽ അസോൾട്ട് ചെയ്യാൻ, റേപ്പ് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ഇയാൾ ശ്രമിച്ചു എന്നുള്ള സത്യമാണ്. പൂർണ്ണമായ തെളിവുണ്ട്. അയാളുടെ ഇൻഫ്ലുവൻസും വലിയ കൂടിയ ലോയേഴ്സിനെ വെച്ച് അയാൾ ഗോവയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇയാൾക്ക് ഡിസേർവ് ചെയ്യുന്ന അയാൾക്ക് ശിക്ഷ തന്നെ കൊടുക്കണം. അതിനകത്ത് BJPയെ മോദിയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തത് തന്നെയാണ്. അയാൾക്ക് അർഹിച്ച ശിക്ഷ തന്നെയാണ് കിട്ടിയത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല.